നമസ്കാരം. ഒരു മാസത്തോളം നീണ്ട കടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവസാനമായി. ഇന്നു നിശബ്ദ പ്രചാരണമാണ്. നാളെ അന്തിമ വിധിയെഴുത്തിനായി വോട്ടർമാർ ബൂത്തിലെത്തും. UDF ആണോ LDF ആണോ അധികാരത്തിൽ എന്നതിനുള്ള വിധിയെഴുത്താണ് നാളെ നടക്കാൻ പോകുന്നത്. കേരളത്തിൽ നിർണായകമായ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇക്കുറി നടന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ LDF രണ്ടാമതും അധികാരത്തിൽ വന്നു. കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിച്ച് 10 വർഷം UDFന് അധികാരത്തിൽ നിന്നും പുറത്തിരിക്കേണ്ടിയും വന്നു. കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപോലെ ഭരണമില്ലാത്തത് UDFന് വൻ തിരിച്ചടിയായി മാറുകയും ചെയ്തു. അതിനാൽ ഇക്കുറി UDFന് കേരളത്തിൽ അധികാരത്തിൽ എത്തിയേ തീരൂ. അതുകൊണ്ട് തന്നെ പ്രിയങ്കയും രാഹുലും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രചാരണത്തിനായി എത്തുകയും ചെയ്തു. LDFൽ പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണ്. 10 വർഷം അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് LDFന് പ്രശ്നമല്ല. ഭരണത്തിന്റെ തണലിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. അതിന്റെ ആത്മവിശ്വാസവുമുണ്ട്. LDFനെയും CPMനെയും സംബന്ധിച്ച് ഇക്കുറിയും അധികാരത്തിൽ തുടരുക നിർണായകമാണ്. ചരിത്രം തിരുത്തി മൂന്നാമതും. അതാണ് LDF ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് ക്യാപ്റ്റനായ പിണറായിയുടെ നേതൃത്വത്തിലാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ക്ഷേമ പെൻഷൻ വർധനവും അത് കൃത്യമായി കൊടുത്തതും ഭരണ നേട്ടവുമെല്ലാമാണ് LDF പ്രചാരണായുധമാക്കിയത്. CPM BJP ഡീൽ വിവാദവും ശബരിമലയുമാണ് UDF കത്തിച്ചത്. പിണറായിയുടെ പ്രതികരണമായ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതും സുധാകരനെതിരായുള്ള ചെറ്റത്തരം പ്രയോഗവും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ ഡാഷ് മോനെ വിവാദവും UDF കത്തിക്കുകയും ചെയ്തു. ഇതെല്ലാം ഏത് വിധമാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിഞ്ഞ് അറിയേണ്ട കാര്യമാണ്. ഇരു മുന്നണികൾക്കും ലക്ഷ്യം ജയം മാത്രമാണ്. മറ്റു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇക്കുറി പല മണ്ഡലങ്ങളിലും BJP ശക്തമാണ്. NDAക്ക് കൂട്ടായി 2020യും BDJSും ഉണ്ട്. BJP ശക്തമായതിനാൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ്. പല മണ്ഡലങ്ങളിലും പല തരത്തിലാണ് ഇത് മുന്നണികളുടെ വിജയ സാധ്യതകളെ ബാധിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നത് തിരഞ്ഞെടുപ്പിൽ മുന്നണികളെ ഏത് വിധത്തിൽ ബാധിച്ചുവെന്നതും ഫലം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ആയിരക്കണക്കിന് വോട്ടർമാർ പല മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. 3 മുന്നണികളെയും ഇത് ഒരുപോലെ ബാധിക്കും. എന്തായാലും അന്തിമ വിധി എന്തായിരിക്കും എന്നതിൽ ആകാംക്ഷ കനക്കുകയാണ്.